ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല കറുമുറ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കോളിഫ്ലവർ ഫ്രൈ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇതവിടെ ഒരു ചെറിയ കോളിഫ്ലവർ എടുത്തിട്ട് ഇതുപോലൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ കോളിഫ്ലവർ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഒരുപാട് വലുപ്പത്തിൽ കട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ അതിലേക്ക് ആ ഒരു മസാലയൊന്നും കറക്റ്റ് പിടിച്ച് കിട്ടുകയും ചെയ്യൂല. പിന്നെ നമുക്ക് കഴിക്കുന്ന സമയത്ത് ആ ഒരു കറുമുറ എന്ന് പറഞ്ഞാൽ ആ ഒരു ലെവലിൽ കഴിക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ അവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ടേനു. അങ്ങനെ വെള്ളം നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു 2 മിനിറ്റ് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ആ ഒരു സമയത്ത് ഇതിലുള്ള എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ 2 മിനിറ്റ് മാത്രം തിളപ്പിച്ചെടുത്താൽ മതി, ഒരുപാട് സമയമൊന്നും തിളപ്പിച്ചെടുക്കണ്ട. അങ്ങനെ ഇതിവിടെ നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളത്തിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ഞാൻ ഇതവിടെ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള മസാലയൊക്കെ ഒന്ന് തയ്യാറാക്കി എടുക്കാം. ഞാൻ ഇതവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എരിവിനനുസരിച്ചിട്ട് നമുക്ക് ഏത് മുളക് പൊടിയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതെടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. അരിപ്പൊടി ഞാൻ ഇവിടെ പത്തിരിപ്പൊടി കേട്ടോ എടുത്തിട്ടുള്ളത്, വറുക്കാത്ത പത്തിരിപ്പൊടിയാണ്. പിന്നെ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നിറയെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഇനി ഉപ്പും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ചെറിയ നാരങ്ങയുടെ പകുതി നീര് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ഞാൻ ഇതിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ലൂസായിട്ടും പോകരുത്, എന്നാൽ വല്ലാണ്ട് അങ്ങ് ടൈറ്റായിട്ടും പോകരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിനാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമ്മളിത് വേവിച്ചെടുത്ത് വെച്ചിട്ട് നമ്മുടെ കോളിഫ്ലവറില്ലേ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നല്ലതുപോലെ തന്നെ നമുക്ക് ഈ മസാലയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ സ്പൂൺ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ മിക്സ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് തോന്നി സ്പൂണ് വേണ്ട, നമുക്ക് കൈ തന്നെയായിരിക്കും നല്ലതെന്ന് വിചാരിച്ച് കൈ വെച്ചിട്ട് നന്നായിട്ട് ഞാൻ പിന്നെ ഇതവിടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുത്ത് ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട കേട്ടോ. നല്ല ചൂടായ എണ്ണയിലിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഒന്നിച്ച് മുഴുവനും ഇങ്ങനെ ഇടരുത്. നമ്മൾ ഓരോന്നായിട്ട് എന്താ പറയുക, പെറുക്കി ഇടാന്നല്ല പറയില്ലേ, അതുപോലെ ഇടണം കേട്ടോ. ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. അതല്ലെങ്കിൽ ഇപ്പോൾ മൊത്തത്തിൽ ഒന്നിച്ചിട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി അങ്ങ് കട്ട പിടിച്ച പോലെ കേട്ടോ ഉണ്ടാവുക. അങ്ങനെ കഴിക്കുന്ന സമയത്ത് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതിന് നമുക്ക് തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ ഞാൻ ഇവിടെ തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫ്രൈ ആയി വരുന്ന സമയത്ത് ലാസ്റ്റ് ടൈമിൽ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കറിവേപ്പ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നനവില്ലാത്ത കറിവേപ്പ് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. നനവുള്ള കറിവേപ്പാണെങ്കിൽ തിരിച്ചിങ്ങോട്ടേക്ക് തന്നെ ആ ഒരു എണ്ണ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കറിവേപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ആ ഒരു കറിവേപ്പിൻ്റെ ടേസ്റ്റും കൂടി അതിലേക്ക് ഇറങ്ങി കിട്ടുമ്പോൾ നല്ലൊരു സ്മെല്ലും ടേസ്റ്റും ഒക്കെ കൂടി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളത് മുഴുവനും ഞാൻ ഇതവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് വൈകുന്നേരം കട്ടൻ ചായയുടെ കൂടെയും അതല്ല വെറുതെ ഇരുന്ന് കഴിക്കാനും കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു എന്താ പറയുക ഒരു സ്നാക്കല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലിക്കും ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം.